അതുകൊണ്ട് ഇവിടെ എത്ര കൊല്ലം കൂടുതൽ നിൽക്കാൻ സാധിച്ചോ അത്രയും കൊല്ലം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് സമ്പാദിക്കാൻ കഴിയും. അതുകൊണ്ട് ഡ്യൂട്ടി ടൈം കൂടുതൽ കിട്ടണം. ഡ്യൂട്ടി ടൈം കൂടുതൽ കിട്ടാൻ ദീർഘായുസ് വേണം. അതുകൊണ്ട് ഇവിടെ താമസിക്കണം, ജീവിക്കണമെന്ന് നമ്മൾ ആശിക്കുന്നു, മുസ്ലിമീങ്ങൾ ആശിക്കുന്നു. അതേസമയം മനസ്സിന്റെ അടിത്തട്ടിലുള്ളത് എന്താണ്? എനിക്കെന്റെ സ്വദേശത്ത് സ്വർഗത്തിലേക്ക് എത്തണം, എന്റെ രാജാവിനെ കാണണം, അല്ലാഹുവിനെ കാണണം, എന്റെ നേതാവിനെ കാണണം. ചിന്തയുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹം അതാണ്. എനിക്ക് ഇടുങ്ങിയ രാജ്യത്ത് നിന്ന്, ഇത് ഭൂമിയാണ്, ഈ ഭൂമി ഇടുങ്ങിയ ലോകമാണ്, നാറുന്ന ലോകമാണ്, ധിക്കാരികളെ ലോകമാണ്, ചമ്മാടികളെ ലോകമാണ്, അതേ നിരീശ്വരവാദികളെ ലോകമാണ്, അല്ലാഹുവിനെ ചീത്ത പറയുന്നവരുടെ ലോകമാണ്, ഔലിയാക്കളെ ചീത്ത പറയുന്നവരുടെ ലോകമാണ്, ഇവിടെ ചമ്മാടികളുടെയും അവിശ്വാസികളുടെയും ലോകമാണ്, നാറുന്ന ലോകമാണ്, കൊതുകിന്റെ ശല്യമുള്ള ലോകമാണ്, പാമ്പിന്റെ കടിയുള്ള ലോകമാണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ്, ഭയപ്പെടുന്ന ലോകമാണ്. ചിലപ്പോൾ കൊടുങ്കാറ്റാണ്, മറ്റു ചിലപ്പോൾ സുനാമിയാണ്, വേറെ ചിലപ്പോൾ വാഹനത്തിന്റെ അപകടമാണ്, വേറെ ചിലപ്പോൾ ഇടിവെട്ടലാണ്, മറ്റു ചിലപ്പോൾ മിന്നറിയലാണ്, മറ്റു ചിലപ്പോൾ കരണ്ട് പിടിക്കലാണ്, വേറെ ചിലപ്പോൾ വീണ് മരിക്കലാണ്, ചിലപ്പോൾ അനാരോഗ്യമാണ്, ചിലപ്പോൾ ജലദോഷമാണ്, മറ്റു ചിലപ്പോൾ ഊരവേദനയാണ്, മറ്റു ചിലപ്പോൾ തലവേദനയാണ്, മറ്റു ചിലപ്പോൾ ക്യാൻസറാണ്, മറ്റു ചിലപ്പോൾ എയ്ഡ്സ് ആണ്, മറ്റു ചിലപ്പോൾ നോക്കിയാൽ വേറെ രോഗമാണ്. സുബ്ഹാനല്ലാഹ്, സമാധാനത്തിന്റെ ലോകമല്ല, സുഖത്തിന്റെ ലോകമല്ല, പ്രശ്നത്തിന്റെ ലോകമാണ്. ഈ പ്രശ്നത്തിന്റെ ലോകത്ത് കൂടി കടന്നു പോകുന്ന ഞാൻ കടന്നു പോകുന്നത് സുഖത്തിന്റെ ലോകത്തിന് വേണ്ടി സമ്പാദിക്കാനാണ്. ആ സമ്പാദ്യത്തിന് ഡ്യൂട്ടി ടൈം കിട്ടണം, അതിനു വേണ്ടി എനിക്ക് ആയുസ് വേണം. പക്ഷേ എന്റെ മനസ്സിലെ ലക്ഷ്യം എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തെത്തലാണ്, എന്റെ മുൻകാല നേതാക്കളെ കാണലാണ്, എനിക്ക് എന്റെ എല്ലാം എനിക്ക് തരുന്ന രാജാവിനെ കാണലാണ്. ഈ നിലക്കാണൊരു മോമിനായ മനുഷ്യന്റെ ചിന്ത. അങ്ങനെ അവന്റെ ഡ്യൂട്ടി ടൈം പൂർത്തീകരിച്ച് അവൻ അല്ലാഹുവിനെ കാണണമെന്ന നിലയ്ക്ക് സന്തോഷിച്ച് മരിക്കുകയാണോ? മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു. അല്ലാഹു അവനെയും കാണാൻ താൽപര്യമുള്ളവൻ തന്നെ. ഈ റബ്ബ് ഇങ്ങോട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന നിലക്കുള്ള മരണം, റബ്ബിനെ കാണണം എന്നാഗ്രഹിക്കുന്ന മരണം, ആ മരണമാണ് മുത്തഖീങ്ങളുടെ മരണം. അത്തരം ആളുകളുടെ മരണ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം റഹ്മത്തിന്റെ മലക്കുകളെ അയക്കുന്നു. അവർ കൊണ്ടുവന്ന പട്ടുകളും സുഗന്ധങ്ങളുമൊക്കെയായി അവന്റെ ശരീരത്തിൽ ആത്മാവ് സന്തോഷത്തോടെ പിടിച്ചവരതിൽ പൊതിയുന്നു. ഈ മരണത്തിന്റെ സമയം നമുക്കെല്ലാവർക്കും അനുഭവിക്കാനുള്ള സമയമാണ്. ഓ സഹോദരന്മാരെ, അത് ഈമാനും തഖ്വയുമുള്ളവന്റെ മരണമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ മരിക്കുന്ന വ്യക്തിയുടെ സമീപത്ത് വന്ന് അല്ലാഹുവിന്റെ തൃപ്തി നിനക്കുണ്ട്, നിനക്ക് ധാരാളം കറാമത്തുകളുണ്ട്. മരിക്കുന്ന സമയത്ത് മുത്തഖിയായ മനുഷ്യന് സന്തോഷാർത്ത അറിയിക്കപ്പെടുന്നു. മരിച്ചാൽ കറാമത്ത് ഇല്ലെന്നല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, മരിക്കുന്ന സമയത്ത് മലക്കുകൾ എത്തുന്നു. ബുശ്റ ബിറിദ്വാനില്ലാഹി വകറാമതിഹി. അല്ലാഹുവിന്റെ തൃപ്തി നിനക്കുണ്ട്, അല്ലാഹു നിനക്ക് കറാമത്ത് നൽകുന്നുണ്ട്, ആദരവ് നൽകുന്നുണ്ട്. ആ സന്തോഷം മരിക്കുന്ന മനുഷ്യനോട് പറയപ്പെടുന്നു.
സന്തോഷത്തിലാണ്. അതേ അല്ലാഹുവിൽ നിന്ന് ലഭിച്ച സന്തോഷം കേട്ടുകൊണ്ട് അവൻ പുഞ്ചിരിക്കുകയാണ്. ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, തലവേദനയുടെയും ഊരവേദനയുടെയും വയറ്റിൽ വേദനയുടെയും വയറിളക്കത്തിന്റെയും ഛർദിയുടെയും കുരുവിന്റെയും അതേ ചലത്തിന്റെയും ചോരയുടെയും അതേ കഫത്തിന്റെയും ജലദോഷത്തിന്റെയും കൂർക്കത്തിന്റെയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം അനുഭവിക്കുന്ന ഈ താഴ്ന്ന ലോകം, ഈ ലോകത്ത് നിന്ന് മുന്തിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന സന്തോഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന മുഅ്മിനും മുത്തഖിയുമായ മനുഷ്യൻ അവൻ വലിയ ഭാഗ്യവാൻ തന്നെ. അവരാണ് മരണത്തെ സ്വാഗതം ചെയ്യാൻ കാത്തുനിന്നവർ. അവരാണ് മരണത്തിങ്ങോട്ട് വന്നാൽ ഒരു വിരോധവുമില്ലെന്ന് ചിന്തിച്ചവർ. മർഹബാ മർഹബാ ജാഅൽ ഹബീബ് ജാഅൽ ഹബീബ് ജാഅൽ ഹബീബ്. എന്റെ പ്രിയപ്പെട്ട മരണം വന്നു, എന്റെ പ്രിയപ്പെട്ട മരണം വന്നു, എന്റെ പ്രിയപ്പെട്ട മരണം വന്നു എന്ന് വിളിച്ചു പറഞ്ഞവരില്ലേ? കാരണം അവർ മരണവും കാത്തിരിക്കുകയാണ്. അവരിവിടെ ജീവിക്കുന്നത് യജമാനനായ റബ്ബിന് ഡ്യൂട്ടി എടുക്കാനുള്ള ടൈം കൂടുതൽ കിട്ടാൻ, റബ്ബിനൊരു സുജൂദ് വർദ്ധിപ്പിക്കാൻ, റബ്ബിനൊരു തസ്ബീഹ് വർദ്ധിപ്പിക്കാൻ, റബ്ബിന്റെ മുമ്പിൽ ഒരു അൽഹംദുലില്ലാ കൂടുതൽ ചൊല്ലാൻ, ഒരു 10 സലാത്ത് കൂടുതൽ ചൊല്ലാൻ, ഒരു 2 റക്അത്ത് കൂടുതൽ നിസ്കരിക്കാൻ, ഒരു സുന്നത്ത് നോമ്പ് കൂടി ചെയ്യാൻ, അതിനുവേണ്ടി ഇവിടെ ജീവിക്കുന്നവർ ആഗ്രഹിച്ചു. നേരെ മറിച്ച് ഈ ജീവിതത്തെ ആശിച്ചിട്ടല്ല, അവരുടെ മനസ്സിലെ ചിന്ത പാരത്രിക ലോകം തന്നെ, അതിനുവേണ്ടിയുള്ള ഒരുക്കം തന്നെ. ആ ഒരുക്കത്തിനിടയിൽ മലക്കിങ്ങ് വന്നപ്പോൾ ജാഅൽ ഹബീബ് ജാഅൽ ഹബീബ്, പ്രിയപ്പെട്ട മരണം വന്നു, മർഹബ എന്ന് പറഞ്ഞ് സ്വീകരണം നൽകി. ആ മരണം സംഭവിക്കാൻ വേണ്ടി ഒരുങ്ങണം സഹോദരന്മാരെ. ആ ഒരുക്കമാണ് വാസ്തവത്തിൽ മനുഷ്യന്റെ വിജയം. അതിനാദ്യം എന്ത് വേണം? ആദ്യം ഈ താഴ്ന്ന ദുനിയാവിനെ ഖൽബിൽ നിന്ന് തലാഖ് ചൊല്ലണം. ഈ താഴ്ന്ന ദുനിയാവിനെ പൂജിക്കുന്ന മനസ്സ് വലിച്ചെറിയണം. ഇവിടെയുള്ള സ്ഥാനമാനങ്ങൾക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള പണത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള അധികാരത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള ഭംഗിക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള ജനങ്ങൾക്കിടയിലുള്ള മഹത്വത്തിന് നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളത് പാരത്രിക ലോകത്തിലാണ്.